നമസ്കാരം. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഈ ചോദ്യം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. സർക്കാർ അറിയാതെ വിഴിഞ്ഞം തുറമുഖത്തെ അദാനി കമ്പനി വിദേശ കമ്പനിക്ക് ഓഹരി വിറ്റതിനെക്കുറിച്ചല്ല അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം. ഇതുവരെ വിഴിഞ്ഞത്തിൻ്റെ ചാമ്പ്യന്മാരായിരുന്ന പ്രതിപക്ഷം ഡീലും ദുരൂഹതയും ആരോപിച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ ഈർഷ്യ. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്താ കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താ പറ, എനിക്കറിയില്ല. നീ പറഞ്ഞ സത്യം. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. ആരംഭിക്കാം അല്ലേ? സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വഴിവിട്ട സഹായം നൽകുമോ? അതാണ് ഇനി അറിയാനുള്ളത്. എങ്ങനെയാണ് ഈ അദാനി ഗ്രൂപ്പിന് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇത്തരമൊരു നീക്കം നടത്താനുള്ള ധൈര്യം ലഭിച്ചത്? അവിടെയാണ് അതീവ ഗൗരവമായ സംശയം ഉയരുന്നത്. രണ്ട് മൂന്ന് ചോദ്യമായി. ഇനി എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങോട്ട്. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. ഒരു തരം ദുരൂഹത ഇതിനകത്തെല്ലാം കാണാൻ കഴിയും. എന്ത് തെറ്റാണ് സർക്കാർ ചെയ്തത്? ഏതെങ്കിലും ഒരു കമ്പനി, ഇതുപോലൊരു പ്രധാനപ്പെട്ട കമ്പനി ഇത്രയും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടുന്നു? ആ ധൈര്യം എവിടുന്ന് കിട്ടി? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താ പറ, എനിക്കറിയില്ല. ഞാനിത് കുറേ ദിവസം ആസ്വദിക്കരുത്. സതീശൻ മൗനമാണ്. ഈ നിശബ്ദതയ്ക്ക് എന്തോ അർത്ഥമുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ ഓഹരി കൈമാറ്റത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്? എനിക്ക് കിട്ടിയ മറ്റേ കമ്മീഷൻ വരെ പറഞ്ഞു. ചെറിയ ഡീലല്ല നടന്നിട്ടുള്ളത്. 13,000 കോടിയുടെ കണക്കാക്കിയിട്ട് 2% കണക്കാക്കിയിട്ട് എനിക്ക് കുറഞ്ഞതൊരു 10,000 രൂപയെങ്കിലും കിട്ടിക്കാണും. 5,000 അല്ല, മാങ്ങ തൊലിയായിരുന്നു. സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനും അവരുടെ നിയമലംഘനങ്ങൾക്ക് ഭരണകൂടത്തിന് സംരക്ഷണം നൽകാനുമുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ നീക്കങ്ങളെ പ്രതിപക്ഷം ശക്തമായി തന്നെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. അവർ വന്നാൽ ഈ LDF ഗവൺമെൻറ്റിൻ്റെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ഇതാണ്, അവരുടെ വിഷനാണ് MSC വരുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് 24 മണിക്കൂറൊക്കെ മാറ്റി പറഞ്ഞിട്ട് എൻ്റെ നേരെ വിരൽ ചൂണ്ടിയാൽ, ഞാൻ പറയാറുണ്ടല്ലോ, ബാക്കി 4 വിരലും സ്വന്തം നെഞ്ചത്തോട്ടാണ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി വിദേശ നിക്ഷേപം വരുന്നത് LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണമെന്ന് സർക്കാർ മാറിയത് അറിയാതെ പറഞ്ഞു പോയതാണ്. വിഴിഞ്ഞത്തിൽ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിക്കുമ്പോൾ പാർട്ടിയിലും അഭിപ്രായ ഐക്യം കാണുന്നില്ല. പാർട്ടി പറയുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് തന്നെ ബോധ്യപ്പെടുന്നില്ല. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നു എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് ഉന്നയിക്കട്ടെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, വിജിലൻസ്, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാം അന്വേഷിക്കട്ടെ. ഞാൻ ഇത്തരമൊരു ആരോപണങ്ങളൊന്നും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് ആരാണോ ആശയം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. അദാനി ബന്ധത്തിൻ്റെ പേരിൽ കരാറിനെ തന്നെ എതിർത്തവർ ഭരണത്തിലെത്തിയപ്പോൾ അദാനിയെ പങ്കാളി എന്ന് വിളിക്കേണ്ടി വന്നു. ഈ വിളിയിൽ അദാനിയുടെ അടുപ്പക്കാരനായ പ്രധാനമന്ത്രിയുടെ പോലും ഉള്ളം കിളിർത്തു. അദാനിയെ അറഞ്ചം പുറഞ്ചം രാഹുൽ ഗാന്ധിയും കേന്ദ്ര കോൺഗ്രസും എതിർക്കുമ്പോഴാണ് അദാനിയെ കേരളത്തിലേക്ക് കോൺഗ്രസ് ചുവപ്പ് പരവതാനി വിരിച്ചു കൊണ്ടുവന്നത്. ഇരു കൂട്ടർക്കും കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഗവൺമെന്റായിട്ട് പ്രവർത്തിക്കണം. അദാനിയുടെ താല്പര്യം സംരക്ഷിക്കാനല്ല നിലകൊള്ളേണ്ടത്. ഗവൺമെന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ശക്തമായ ഇടപെടൽ വേണം. I heartily welcome respected Gautam Adani, our partner. Respected Gautam Adani, our partner. മതി, ഇത് ധാരാളം മതി. जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए
उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. അതല്ല മലയാളത്തിൽ എന്തുവാ? कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്താ കേരളത്തിൽ നടക്കുന്നത്? എന്താ പറ എനിക്കറിയില്ല. തുറമുഖം നിയമവകുപ്പുകൾ കയ്യിൽ വെച്ചതും മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് നടത്തിയ ഒരു മംഗലാപുരം യാത്രയുമാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. പിണറായി IT വകുപ്പ് കയ്യിൽ വെച്ചതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ തിരിച്ചടി. 96-ലും 2006-ലും CPM മുഖ്യമന്ത്രിമാരായ നായനാരും VS-ഉം IT വകുപ്പ് ഭരിച്ചത് പക്ഷേ മുഖ്യമന്ത്രി മറന്നുപോവുകയും ചെയ്തു. ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട്, നിയമം, ധനം എല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിലാണുള്ളത്. അപ്പൊ എങ്ങനെ അത്തരം ഒരു സാഹചര്യം, പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഈ പ്രത്യേക ധൈര്യം അദാനിക്കുണ്ടായി? അതാണ് സംശയം. അതായത് ഒറ്റ മറുപടിയല്ല, 29 വകുപ്പുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ കയ്യിൽ. 29 വകുപ്പ്. IT വേറെ മന്ത്രിമാരുടെ കയ്യിലായിരുന്നു. എന്തിനാ IT എടുത്തു വെച്ചത്? അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. IT വ്യവസായ വകുപ്പിൻ്റെ കൂടെ കൊടുക്കേണ്ട IT എടുത്ത് പിണറായി വിജയൻ കയ്യിൽ വെച്ചത് ഞാൻ ചോദിക്കാനുള്ള ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ മറു ചോദ്യമാണ്, ആരുടെയെങ്കിലും നിന്നും കൈനീട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? അല്ല ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? എൻ്റെ മറു ചോദ്യം. അതിന് മറുപടി പറയട്ടെ. IT എന്തിനാ കയ്യിൽ വെച്ചത്? എന്തിനാ IT കയ്യിൽ വെച്ചത് പിണറായി വിജയൻ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇത്ര പറയുള്ളൂ ഞാനായതുകൊണ്ട്. ഞാൻ അതിൻ്റെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറയില്ല. എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. പിണറായി വിജയൻ എത്ര വകുപ്പ് കൈകാര്യം ചെയ്തു? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. IT എന്തിനാ പിണറായി കയ്യിൽ വെച്ചത്? ഇതല്ലേ പറഞ്ഞത്? ഞങ്ങളുടെ കഴിഞ്ഞ ഗവൺമെന്റ് 2006-11 അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം, അന്നത്തെ IT മന്ത്രി ആരാ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. കൊച്ചുകുട്ടികൾക്ക് ഒരു അറിയാലോ, നമ്മുടെ VS അല്ലേ IT മന്ത്രി. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അതിനകത്ത് പിണറായി വിജയൻ എന്താ പ്രത്യേകമായിട്ട് ഇപ്പോൾ നേരത്തെ വ്യവസായ വകുപ്പിന്റെ കയ്യിലിരുന്നൊരു വകുപ്പ് നേരെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പിണറായി എടുത്തിട്ട് ആ വകുപ്പ് കൈവച്ചു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? വിവരങ്ങൾ നോക്കണ്ടേ? എന്താ കേരളത്തിൽ നടക്കുന്നത്? എന്താ പറ എനിക്കറിയില്ല. സർക്കാർ അറിയും മുമ്പ് ജൂൺ 5-ന് ദേശാഭിമാനി ഓഹരി കൈമാറ്റ വാർത്ത മുൻകൂട്ടി അറിഞ്ഞത് എങ്ങനെ? മുഖ്യമന്ത്രിയുടെ ചോദ്യം. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ടല്ലോ. അതിനു മുമ്പ് മറ്റു പത്രങ്ങളും ഈ വാർത്ത നൽകിയിരുന്നു എന്നത് മുഖ്യമന്ത്രി അറിഞ്ഞു കാണില്ല. എന്തായാലും പഴയ പല ദേശാഭിമാനി വാർത്തകളെയും മുൻകാല പ്രാബല്യത്തോടെ പ്രതിപക്ഷത്തിന് തള്ളി പറയേണ്ടി വരും. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം, ദേ കണ്ടോളൂ. ജൂൺ 5-ാം തീയതി 2026 ദേശാഭിമാനി പത്രം. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ. ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5. ജൂൺ 11-ാം തീയതി ഞങ്ങളുടെ MD-യുടെ രാജായി. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെന്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. 3-ാം തീയതി വന്ന മാതൃഭൂമി പത്രമാണ്. അപ്പൊ ഈ മാതൃഭൂമി പത്രത്തിൽ അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ ഈ വാർത്ത ജൂൺ 3-ന് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. ഒക്കെ മാതൃഭൂമിയുടെ പവറാ. അപ്പോൾ വളരെ അടിസ്ഥാനരഹിതമായ കാര്യം കഴിഞ്ഞ ഗവൺമെന്റ് എന്തോ ചെയ്തു വെച്ചു, അത് ദേശാഭിമാനിയിൽ മാത്രം വന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷയും നിങ്ങളുടെ വെല്ലുവിളിക്കുന്നതൊക്കെ നിങ്ങൾ കാണുകയുണ്ടായല്ലോ. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞെന്ന് നീ വെച്ചേ? വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളണം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? എന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് ഇത് കടൽ കൊള്ള, സതീശൻ, അദാനി, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്താ കേരളത്തിൽ നടക്കുന്നത്? എന്താ പറ എനിക്കറിയില്ല. അത് നിങ്ങളെ പോലത്തെ ലേഖകന്മാർ എഴുതുന്ന കാര്യമല്ലേ?
നിങ്ങളിപ്പോൾ ഒരു ലേഖനം എഴുതി, നിങ്ങളൊരു പത്രത്തിൻ്റെ ലേഖനാണെങ്കിൽ എഴുതി കൊടുത്താൽ അവർ മറ്റു കാര്യങ്ങൾ ആലോചിക്കാതെ കൊടുത്താൽ അത് പത്രത്തിൻ്റെ നയമായോ? അല്ല, പാർട്ടി പത്രമായാലും ഇതല്ലേ സംഭവിക്കുക. നിങ്ങൾ എഴുതി കൊടുക്കുന്ന പോലെ ഒരു ലേഖനം എഴുതി കൊടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വിമത MLA-മാർ തെറ്റ് തിരുത്തി വന്നാൽ സ്വീകരിക്കും എന്ന MP ജയരാജന്റെ ഓഫർ വിമതനായ TK ഗോവിന്ദൻ തന്നെ നിരസിക്കുന്നു. ആരാണ് തെറ്റ് തിരുത്തേണ്ടവർ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടു മതി ഓഫറും തിരുത്തലും. ഇതെല്ലാം സംബന്ധിച്ച് അഭിപ്രായം ഈ വിമത MLA-മാർ പറയട്ടെ. അവർക്ക് തെറ്റുപറ്റിയോ എന്നത് അവർ തിരുത്താനുള്ള അവസരം ഉപയോഗിക്കോട്ടെ. അളിയെ പോരുന്നോ? ഒന്ന് കൂടിയേച്ചോടാ. പടച്ചോടാണ് ഇഷ്ടം കൊണ്ട് വിളിക്കാണ്. ജയരാജൻ പറയുന്നത് തെറ്റ് തിരുത്തി വന്നാൽ പറ്റുന്ന. ആർക്കാണ് തെറ്റ് സംഭവിച്ചത്, ആരാണ് തെറ്റ് ചെയ്തത്, ഇതാണ് ജയരാജൻ വ്യക്തമാക്കേണ്ടത്. അയ്യോ, 49 പേർക്ക് അപ്പൊ സ്വാമിക്കല്ലേ വഴി? ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. പാർട്ടി ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തെറ്റാണ് പാർട്ടിക്ക് സംഭവിച്ചതെന്ന. തളിപ്പറമ്പിൽ തെറ്റുപറ്റി, പയ്യന്നൂരിൽ തെറ്റുപറ്റി, അങ്ങനെ കേരളത്തിൽ ഉടനീളം തെറ്റുപറ്റി എന്ന് പാർട്ടി സമ്മതിച്ചല്ലോ. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. MP ജയരാജന്റെ ഓഫറിനെയും CPM തള്ളുന്നു. വർഗവഞ്ചകരെ തിരിച്ചെടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ ജയരാജനെ തിരുത്തുന്നു. കണ്ണൂർ പാർട്ടി റേഡിയോയിൽ ഇപ്പോൾ പല സ്റ്റേഷനുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വർഗവഞ്ചന എന്ന ഗണത്തിൽപ്പെട്ട് പാർട്ടിയെ വഞ്ചിച്ചു പോയ, ചതിച്ചു പോയ ഇവരെ ആരെയും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. വർഗവഞ്ചകർ എന്ന് എന്നെ പറയുന്നതിന് പകരം നിങ്ങളാണ് വർഗവഞ്ചകർ. ഈ പാർട്ടിയെ തെറ്റായ രീതിയിൽ നയിക്കുകയും ഈ പാർട്ടിയിലുള്ള ജനങ്ങളും പാർട്ടി ഘടകങ്ങളും അംഗീകരിക്കാതെ സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത് പാർട്ടിയെ വഞ്ചിച്ച നിങ്ങളാണ് വർഗവഞ്ചകർ. എത്ര പത്രക്കാർ വന്നാലും കടക്കു പുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. ലോകത്തെ ഏത് ആളുകൾക്കും തെറ്റുപറ്റിയവർ തിരിച്ചു വന്നാൽ അതൊരു പൊതു നിയമമാണ്. ആ തെറ്റുപറ്റിയവർ തിരിച്ചു വരും, തിരിച്ചു വന്നാൽ അവരെ എടുക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. ഇവരിപ്പം വഞ്ചിച്ചിട്ട് പാർട്ടിയെ ഏറ്റവും കടുത്ത രീതിയിലുള്ള കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തിയിട്ടുള്ള 3 ആളുകളാണല്ലോ. അതുകൊണ്ടാണ് വർഗവഞ്ചന എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. പറഞ്ഞുകൂട്. എന്തായാലും 3 ആളുകളും വർഗവഞ്ചകരാണെന്ന് പാർട്ടി സെക്രട്ടറി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടെ ആലപ്പുഴയിലെ അണികളും അത് ഏറ്റെടുത്ത് തുടങ്ങി. ചേട്ടാ, കല്ലേറ് തുടങ്ങിയാലോ? വേണ്ട, കല്ല് തീർന്നു പോകും. ആദ്യം കൂവുക. കൂവി കൂവി പന്നികളുടെ ആത്മവീര്യം നശിപ്പിക്കുക, പിന്നെ കല്ലേറ്. നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഇവരിപ്പം വഞ്ചിച്ചിട്ട് പാർട്ടിയെ ഏറ്റവും കടുത്ത രീതിയിലുള്ള കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തിയിട്ടുള്ള 3 ആളുകളാണല്ലോ. അതുകൊണ്ടാണ് വർഗവഞ്ചന എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പറയുന്നത് രാഷ്ട്രീയം പറയുന്നത് ചുമ്മാ വന്നിരുന്ന് സ്കൂളിന്റെ തന്നെ വന്നിരുന്ന് അല്ലേ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നത്. നാണ വേണ്ട ആർക്കാണെന്ന് നോക്കട്ടെ. നാണ MLA-ക്കാ വേണ്ടത്. അതുകൊണ്ടാണ് വർഗവഞ്ചന എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും ഈ നാട്ടിൽ ഈ നാരായണം നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടു. കണ്ണൂരിലെ വിമതരെ മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. 3-ാമനെ മെൻഷൻ ചെയ്തതോടെ കൊത്തി മുറത്തിക്കയറി കൊത്തിയതുപോലെയായി. സ്വന്തം വർഗത്തെ പരാജയപ്പെടുത്തുന്ന ആളാണ് വർഗത്തെ വഞ്ചിക്കുന്നതെങ്കിൽ ഗോവിന്ദനാണ് വർഗവെച്ചത്. സൈദ്ധാന്തികമായി ഗോവിന്ദനാണ് വർഗവെച്ചത്. പ്രായോഗികമായി ഗോവിന്ദനാണ് വർഗവെച്ചത്. പാർട്ടി ഭരണഘടനക്കെതിരായി പ്രവർത്തിക്കുന്ന ആളല്ലേ വർഗവെച്ചത്. നാണമില്ല ആ സീറ്റിലിരിക്കാൻ. തനിക്ക് നാണമില്ലേണോ?
ഞാൻ ഇന്ന് വരെ ഗോവിന്ദനെതിരെ ഒരു അക്ഷരം സംസാരിച്ചു. അവസാനം കൊത്തി പുറത്ത് കയറി കൊത്തുകയാണ്. ഒരു കാര്യമില്ല എന്നെ പറ്റി പറയാൻ. ഞാൻ വർഗവഞ്ചകനാണ്, നിങ്ങളാണ് വർഗവഞ്ചകൻ. സൈദ്ധാന്തികമായും പ്രായോഗികമായും വർഗവഞ്ചകർ ആര്? കണ്ണൂരിന് പിന്നാലെ ആലപ്പുഴയിലും തർക്കം തുടങ്ങിയിട്ടുണ്ട്. വലിയ സൈദ്ധാന്തികനാണ് നിങ്ങൾ പത്രക്കാർ കൊടുത്ത യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു ലേബൽ കൊടുക്കുകയാണ്. ഒരു സൈദ്ധാന്തികനുണ്ട്, അറിയത്തില്ലല്ലോ, അല്ലെ ഇത് പറയില്ലല്ലോ. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. എന്താണ് അദ്ദേഹം പറയുന്ന പോലെ തിരിയുമോ നിങ്ങൾക്ക്? അദ്ദേഹം പറയുന്ന പോലെ നിങ്ങൾക്ക് തിരിയുമോ? മലയാള ഭാഷയിൽ തെറ്റില്ലാതെ പറയാൻ അറിയാവോ? തർക്കശാസ്ത്രപരവും യുക്തിഭദ്രവുമല്ലാത്ത അസ്പദൃശ്യമായ സംശയങ്ങൾ ഉന്നയിക്കരുത്. മിണ്ടരുതെന്ന്. ഗോവിന്ദനോട് കാര്യം മനസ്സിലാക്കണം. വായടക്കുന്നതാണ് നല്ലത്. മിണ്ടരുതെന്ന്. ഇത്ര ദയനീയമായ പരാജയം പാർലമെന്റിലും നിയമസഭയിലും പഞ്ചായത്തിലും. ആലപ്പുഴ മുനിസിപ്പാലിറ്റി പോയി, കായംകുളം മുനിസിപ്പാലിറ്റി പോയി, ട്രിവാൻഡ്രം കോർപ്പറേഷൻ പോയി. നിങ്ങൾ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ്. നാണമില്ലെങ്കിൽ രാജിവെച്ച് പോകണം. വീട്ടിൽ പോയി മനുഷ്യനെ വിലക്കെടുത്താതെ. പാർട്ടി സെക്രട്ടറിയെ വർഗവഞ്ചകനാക്കുമ്പോഴും പിണറായിയെ വെറുതെ വിടുന്നു ആലപ്പുഴ വിമത MLA. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറഞ്ഞതെല്ലാം പുറത്തുകൊള്ളുന്നു. പിണറായിക്ക് പവറിനൊന്നും ഒരു കുറവുമില്ല. കേരളത്തിലെ മോസ്റ്റ് പവർഫുള്ളായ രാഷ്ട്രീയ നേതാവായിരുന്നു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഗോവിന്ദനെ പോലുള്ളവരല്ലേ കൂടെ നിൽക്കുന്നത്. പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? പണ്ട് ഞങ്ങളുണ്ടായിരുന്നു പ്രൊട്ടക്ട് ചെയ്യാൻ. എത്ര പേരുണ്ടായിരുന്നു ഞങ്ങൾ? പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? പണ്ട് ഞാൻ, ശ്രീമതി ടീച്ചറെ, EP ജയരാജൻ, അങ്ങനെ എത്ര പേരാ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായിരുന്നു? പറ, ആരുണ്ട് പ്രൊട്ടക്ട് ചെയ്യാനിപ്പോൾ? കൂടെ ഉള്ളവരെ ഒക്കെ ചുമക്കേണ്ട ബാധ്യതയാണ് ഇപ്പോൾ പിണറായിക്ക് വന്നിരിക്കുന്നത്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ലോക പരാജയം.